ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാർക്കറ്റിൻ്റെ ഈ റീബൗണ്ട് ആക്ഷനിൽ ധാരാളം സ്റ്റോക്കുകൾ മുന്നോട്ട് കയറിയെങ്കിലും അതിൽ ചില സ്റ്റോക്കുകൾ പ്രത്യേകം ശ്രദ്ധ ഹരിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡൊമസ്റ്റിക് ഫണ്ടിൻ്റെ ഒഴുക്ക് ഈ സ്റ്റോക്കുകളുടെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ത്യയിൽ ഈ ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവർ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒഴുക്കുന്ന പണം അതിൻ്റെ റെക്കോർഡ് ഹൈയിലെത്തിയതായാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. വിവിധ ലിസ്റ്റഡ് കമ്പനികളുടെ ടോട്ടൽ എണ്ണം എടുത്താൽ അതിൽ 9.17% കമ്പനികളിലും ഈ ഒരു DISന് ഹോൾഡിംഗ് ഉള്ളതായിട്ട് നമുക്ക് ജൂൺ 30 വരെയുള്ള ഡാറ്റകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഇത് 8.93% ആയിരുന്നു. അപ്പോൾ ഇത് ക്വാർട്ടർ ബൈ ക്വാർട്ടർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസീവ് ചേഞ്ചിന് കാരണം കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിലും ജൂൺ ക്വാർട്ടറിലും ഇടയിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒഴുകിയിട്ടുള്ള പണം എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയാണ്. ഇപ്പോൾ DISൻ്റെ മൊത്തം ഷെയർ മാർച്ച് ക്വാർട്ടറിൽ അത് 16.23% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് 16.07% ആയിരുന്നു. അപ്പോൾ ഈ വളർച്ച വളരെ ഗ്രാജുവലായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ അവസരത്തിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പണം പിൻവലിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അവരുടെ ഷെയർ കഴിഞ്ഞ 12 വർഷങ്ങളിലെ ഏറ്റവും ലോ ആയിട്ടുള്ള 17.38% ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ്ങും DISൻ്റെ ഹോൾഡിങ്ങും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നേർത്ത് വരികയാണ്. ഇപ്പോൾ അത് കാണിക്കുന്നത് 6.6% മാത്രം വ്യത്യാസമാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഹോൾഡിങ്ങുകളുടെ വ്യത്യാസം. സോ സമീപ ഭാവിയിൽ തന്നെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ മറികടക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മൾക്ക് മാർക്കറ്റിലെ ഡാറ്റകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. 2015 ഒരു ഡാറ്റ പ്രകാരം, അതായത് ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡാറ്റ പ്രകാരം 49.82% വ്യത്യാസമുണ്ടായിരുന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഹോൾഡിങ്ങിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പോൾ ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗ്യാപ്പാണ് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ട് 6.60 എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 49.82% എന്നുള്ള 2015 ആ ഒരു വ്യത്യാസമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു വ്യത്യാസം കമ്പയർ ചെയ്യുമ്പോഴാണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്രമാത്രം സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രം നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ മറ്റൊരു പ്രതിഭാസം എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അഭൂതപൂർവമായ വളർച്ചയാണ്. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും അതായത് HNIസും കൂടി ചേർന്നുകൊണ്ട് അവരുടെ കമ്പൈൻഡ് ഷെയർ എന്ന് പറയുന്നത് 25.85 എന്നുള്ള റെക്കോർഡ് ഓൾ ടൈം ഹൈയിലെത്തിയിരിക്കുക. അപ്പോൾ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 9.52% ഷെയർ ആയിരുന്നു HNIസും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഒന്നിച്ചുണ്ടായിരുന്ന മൊത്തം കമ്പൈൻഡ് ഷെയർ. അതിപ്പോൾ വളർന്നിട്ട് 9.62% ആയതായിട്ടാണ് ജൂൺ 30 വരെയുള്ള ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വളർച്ചയും ക്രമാനുഗതമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർസ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. 7.64% ആണ് നമുക്ക് ജൂൺ 30 ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അത് മാർച്ചിൽ 7.52 ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ആ ഒരു വളറ്റിലിറ്റിക്ക് ശേഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വൻതോതിൽ സെൽ ഓഫാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. എന്നാൽ അവിടെ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു നിന്നത് മ്യൂച്വൽ ഫണ്ട് വഴിയും മറ്റൊക്കെയുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അതിശക്തമായ ഫണ്ടിൻ്റെ ഒരു പമ്പിങ്ങും അതേപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും HNIയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ബൈങ്ങും കാരണമാണ് ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സമീപ ഭാവിയിൽ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആശ്രയിക്കാതെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന രീതിയിലേക്ക് വളരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളുണ്ട്. കാരണം ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഈ ഫണ്ട് ഒഴുക്കിലേക്ക് സഹായിക്കുന്ന ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും സഹായിക്കുന്ന മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതിൽ ബ്രോക്കേഴ്സ് ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഉണ്ടാവാം, കൂടാതെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസുകൾ ഉണ്ടാവാം. അപ്പോൾ അത്തരം കമ്പനികളുടെ സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായും നമ്മുടെ ലൈം ലൈറ്റിൽ വരേണ്ടതാണ്. അത് നമുക്ക് ലോങ് ടേമിലേക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് CAMS ആണ്. കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഇതൊരു മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ഏജൻസിയാണ്. ഇവർ പ്രധാനമായിട്ടും AMCകൾക്ക് അതായത് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് സർവീസ് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് CAMS നമുക്ക് കാണാൻ കഴിയുക. CAMSൻ്റെ ഇന്നത്തെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഇന്ന് സ്റ്റോക്ക് 7% ഒരു മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. 4153 ഇപ്പോൾ കറണ്ട് പ്രൈസ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3800 എന്നുള്ള ഒരു ലെവല് ഒരു സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കറണ്ട് ലെവലിൽ നിന്ന് വാങ്ങുന്നത് ഒരിക്കലും ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതിലൊരു കറക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ഒരു സപ്പോർട്ട് ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് എന്ന് നമുക്ക് കാംസിനെ കുറിച്ച് പറയാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റോക്ക് കാഫിൻ ടെക്നോളജീസ് ആണ്. ഇത് കാംസ് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ കമ്പനിയാണ്. ഈ രണ്ട് കമ്പനികൾ മാത്രമാണ് നമുക്കൊരു ഈ മ്യൂച്വൽ ഫണ്ട് ഏജൻസികളുടെ ഈ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അസറ്റ് മാനേജേഴ്സിന് സർവീസ് നൽകുന്ന കമ്പനികളിൽ കാണുന്ന രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്നത് കാഫിൻ ടെക്നോളജിയാണ്. അപ്പോൾ ഇവരുടെ സർവീസ് മലേഷ്യ, ഫിലിപ്പീൻസ്, ഹോങ്കോങ് പോലെയുള്ള മാർക്കറ്റുകളിൽ ലഭ്യമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ മുന്നേറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ 2.14% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 750 രൂപ എന്ന ലെവലാണ്. അപ്പോൾ ആ ലെവലിലൊക്കെ നമുക്ക് ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് ലോങ് ടേമിലേക്ക് കണക്കാക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള CDSL ആണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡെപ്പോസിറ്ററിയാണ്. കാരണം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ സൂക്ഷിച്ചു വെക്കുന്ന കമ്പനിയാണ് CDSL. മറ്റൊന്ന് NSDL ആണ്. NSDL സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു മൊണോപ്പൊളിയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും 2.93% ഒരു അപ്വേർഡ് മൂവ് ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 2000 രൂപ ലെവലാണ്. ആ ലെവലിലൊക്കെ ഈ സ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലെ ഏത് ന്യൂസുകളും ഇത്തരം സ്റ്റോക്കുകളിൽ ഹൈ വളറ്റിലിറ്റി സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഏത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സ്റ്റോക്കുകൾ എടുത്താലും ഏതെങ്കിലും നെഗറ്റീവ്, ഉദാഹരണത്തിന് F&O ബാൻ ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഈ ഒരു പാർട്ടിസിപ്പൻസിനെ അത് ബാധിക്കും, അവരുടെ റവന്യൂവിനെ ബാധിക്കും. സ്വാഭാവികമായിട്ട് അതിലൊരു ഡിപ്പ് ഉണ്ടാവും, കറക്ഷൻ ഉണ്ടാവും. അത്തരം അവസരങ്ങളിലാണ് നമ്മൾ ഇത്തരം സ്റ്റോക്കുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അത് ബൈങ് ചെയ്യുന്ന കാര്യം ആലോചിക്കേണ്ടതും. അടുത്ത സ്റ്റോക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന ബോംബെയിലെ ദലാൽ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇവ പ്രധാനമായിട്ട് ഇക്വിറ്റീസ്, കറൻസീസ്, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഇതിലൊക്കെ ട്രേഡിംഗ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചാണ്. മറ്റൊന്നുള്ളത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്. NSE സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ല, ബോംബെ എക്സ്ചേഞ്ച് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് BSE മാത്രമാണ് നമുക്കിപ്പോൾ എക്സ്ചേഞ്ചിൽ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രകടനം 3.58% ഒരു മൂവ് ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 2100 എന്നുള്ള ലെവൽ നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ആ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഇവിടെ ഈ സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ്. അതിൽ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കാണ്. ഒരു പ്രധാനമായിട്ടും ഫണ്ട് മാനേജ്മെൻറ്റ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ HDFCയുടെ ധാരാളം മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രകടനം 2.06% ഒരു മൂവ് ഈ സ്റ്റോക്കിലും നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 3500 എന്നുള്ള ലെവലാണ്. അപ്പോൾ ആ ലെവലിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് ഏറ്റവും ലോങ് ടേമിലേക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത സ്റ്റോക്ക് നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇതും മറ്റൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസാണ്. ഇവർ പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETFകളിൽ ഏറ്റവും മാർക്കറ്റ് ലീഡിംഗ് പൊസിഷനിലാണ് നിപ്പോൺ ഇന്ത്യ ഉള്ളത്. നമുക്കറിയാം നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ് പോലെയുള്ള പോപ്പുലർ ആയിട്ടുള്ള ബീസുകളൊക്കെ ഇവരുടേതാണ്. ഇതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ അവരുടെ പ്രകടനം നോക്കിയാൽ ഏകദേശം 5.61% ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ജമ്പാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 550 എന്നുള്ള ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കാം. ആ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ലോങ് ടേമിൽ ഈ സ്റ്റോക്കിനെ വിലയിരുത്താൻ കഴിയുക. അടുത്ത സ്റ്റോക്ക് ബ്രോക്കർ, ഡിസ്കൗണ്ട് ബ്രോക്കറും റെഗുലർ ബ്രോക്കർമാരും ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്ന ബ്രോക്കർ കമ്പനികളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഏഞ്ചൽ വൺ എന്നുള്ള കമ്പനി. ഇത് ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി സ്റ്റോക്കുകൾ, കമ്മോഡിറ്റി, കറൻസി ബ്രോക്കിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്രോക്കിംഗ്, അതുപോലെ ഇതൊരു NBFC ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണ് ഏഞ്ചൽ വൺ എന്നുള്ള കമ്പനി. ഇതിപ്പോൾ അതിൻ്റെ കറക്ഷൻ നടന്നിട്ട് നല്ലൊരു സപ്പോർട്ട് ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്നത്തെ ഇതിൻ്റെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്ക് നടത്തിയതായിട്ട് കാണാം. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ലെവലിലാണ് ഇപ്പോൾ ഈ നമുക്ക് ചാർട്ടിൽ കാണാൻ കഴിയുക. ഏകദേശം 2050 എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രോക്കറേജ് ഹൗസാണ്. അത് മോട്ടിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ആണ്. ഇവരും ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സർവീസ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവർ ഫുൾ ടൈം ബ്രോക്കേഴ്സ് ആണ്. ഇവർക്ക് ഇന്ത്യയിലുടനീളം ഓഫീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഈ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ന് 3.25% ഒരു മുന്നേറ്റം സ്റ്റോക്കിൽ നടന്നിട്ട് കാണാം. ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 470-500 ആ ഒരു ലെവലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ലെവലിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് മോട്ടിലാൽ ഓസ്വാൾ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 7 സ്റ്റോക്കുകൾ ഇത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ മാത്രമാണ് ഞാനിവിടെ പരാമർശിച്ചത്. എന്നാൽ ഇനിയും ധാരാളം ബ്രോക്കറേജ് കമ്പനികളും അതേപോലെ തന്നെ AMC കമ്പനികളും അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസും നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തുക. കാരണം ഇന്ത്യയിലെ ഭാവിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം നേട്ടം കൊയ്യാൻ പോകുന്നത് ഇത്തരം കമ്പനികളായിരിക്കും. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ എന്തെങ്കിലും ചെറിയ വാർത്തകൾ സ്റ്റോക്ക് മാർക്കറ്റിനെതിരെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ക്രാഷ് നടന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളും താഴോട്ടേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഒരു ഡിപ്പിനുള്ള അവസരം എപ്പോഴും ഇത് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം ഡിപ്പിനായിട്ട് നമ്മളെപ്പം കാത്തിരിക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ക്ഷമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കോട്ടുണ്ട്, അതായത് അക്ഷമയുള്ളവരിൽ നിന്നും ക്ഷമയുള്ളവരിലേക്ക് പണം ഒഴുകുന്ന ഒരു പ്രതിഭാസമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഒരു ചൊല്ല് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കാലം നിങ്ങൾ നിൽക്കുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു റീബൗണ്ട് ചാൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല നേട്ടം കൊയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിരിക്കും ഇത്. അവസരം കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.